പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമായി തുടരുമ്പോൾ മറ്റൊരു വാർത്ത എത്തുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയുടെ കനത്ത ആക്രമണമാണ് ഉക്രൈന് നേരെ നടക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഉക്രൈൻ്റെ തലസ്ഥാന നഗരമായ കീവ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കീവിന് നേരെയാണ് ഈ റഷ്യയുടെ കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. ബോംബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതിലേറെയും. എന്നാൽ റഷ്യയുടെ ഈ ആക്രമണത്തെ തങ്ങൾക്ക് തടയാനായതായി ഉക്രൈൻ പറയുന്നുണ്ടെങ്കിൽ പോലും കീവിൻ്റെ പല ഭാഗത്തും നഗരത്തിൻ്റെ പല ഭാഗത്തും ഉഗ്രസ്ഫോടനങ്ങൾ കേട്ടതായിട്ട് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏതായാലും വളരെ രൂക്ഷമായി യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും രൂക്ഷമായ ഒരു നിലയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം റഷ്യക്ക് നേർ UK മിസൈൽ ഉക്രൈൻ വിക്ഷേപിച്ചിരുന്നു. അന്ന് റഷ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, പാശ്ചാത്യ ആയുധങ്ങൾ തങ്ങൾക്കെതിരെ ഉപയോഗിച്ചാൽ തങ്ങൾക്ക് ആണവായുധം ഉപയോഗിക്കുന്നതിന് കഴിയും, ഞങ്ങളുടെ നിലപാട് മാറ്റുകയാണ്, അത്തരത്തിലുള്ള മിസൈലുകളാണ് ഞങ്ങൾക്ക് നേരെ വരുന്നതെങ്കിൽ ഞങ്ങൾ ഒന്നും നോക്കാനില്ല, ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറയുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കീവിന് മുകളിൽ പിടിമുറുക്കുവാനായി കീവിനെ പിടിച്ചെടുക്കുവാൻ, അതായത് ഈ ഉക്രൈൻ്റെ തലസ്ഥാന നഗരം പിടിച്ചെടുക്കുവാനുള്ളൊരു വലിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. 13 ഇടങ്ങളിലായിട്ടാണ് വലിയ സ്ഫോടനം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള വ്യോമാക്രമണം, അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം തന്നെ ബോംബുകളാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം വലുതായിരിക്കും. ഏതായാലും അതിൻ്റെ കൂടുതൽ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.